ഓഗസ്റ്റ് 20-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് യമുനയിൽ നിന്നുള്ള വെള്ളം രാജസ്ഥാനിലേക്ക് എത്തും എന്ന് പറഞ്ഞുകൊണ്ട്, ഷെഖാവതി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും എന്ന് പറഞ്ഞുകൊണ്ട് രാജസ്ഥാൻ CM നടത്തിയിട്ടുള്ള ഒരു വാർത്തയാണ്, നൽകിയിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് യമുനയിലെ വെള്ളം രാജസ്ഥാനിലേക്ക് എത്തുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ യമുന റിവറിലുള്ള വെള്ളം രാജസ്ഥാനിലെ ഷെഖാവതി റീജിയനിലേക്ക് അടുത്ത് തന്നെ എത്തും എന്നും ഇതുമായി ബന്ധപ്പെട്ട് ഹരിയാനയും ആയിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട് എന്നുമാണ് ഈ ഒരു രാജസ്ഥാൻ ചീഫ് മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1994 യമുന വാട്ടർ എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട് ഹരിയാന അതുമായിട്ട് സഹകരിക്കും എന്നും ഈ ഒരു രാജസ്ഥാൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ചൗധരി കുംഭാരം ലിഫ്റ്റ് കനാൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി കനാൽ പ്രൊജക്റ്റുകളും ഈ ഒരു പ്രൊജക്ടിന്റെ കീഴിലാണ് ഈ ഒരു ലിഫ്റ്റ് കനാൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുവഴിയാണ് യമുനയിൽ നിന്നുള്ള വെള്ളം ഏകദേശം 1500 ക്യൂബിക് സെക്കൻഡ് വെള്ളം ഈ ഒരു ഷെഖാവതി റീജിയനിലേക്ക് രാജസ്ഥാനിലേക്ക് എത്തുന്നതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ യമുന എന്ന് പറയുന്ന റിവർ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് യമുന എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവറാണ്. അപ്പോൾ യമുനയെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യമുന നദിയെ കാണാൻ വേണ്ടി പറ്റും. ഗംഗയുടെ ഒരു ട്രൈബ്യൂട്ടറി ആണ്. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഗംഗയുടെ ഒരു റൈറ്റ് ബാങ്ക് ട്രൈബ്യൂട്ടറി ആയിട്ടാണ് വരിക. അപ്പോൾ ഇതിന്റെ പ്രധാനമായിട്ടും ഈ ഒരു യമുന ഗംഗ ഈ ഒരു പ്ലെയിൻ പ്രദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഗംഗക്കും യമുനക്കും ഇടയ്ക്കുള്ള സമതല പ്രദേശം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ വൺ ഓഫ് തന്നെ മോസ്റ്റ് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള അലൂവിയൽ പ്ലെയിൻ ആണ്. അപ്പോൾ ആക്ച്വലി യമുന നദി യമുനോത്രി ഗ്ലേഷ്യറിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതായിട്ടുള്ളത്. ഏകദേശം 6387 മീറ്റർ ഉയരത്തിൽ വെച്ച് ഉത്ഭവിച്ചിട്ട് അത് ഹിമാലയൻ റേഞ്ചസിലൂടെ വന്ന് താഴോട്ട് വരികയാണ് ചെയ്യുന്നത് എന്നുകൂടി ഓർത്തു വെക്കാം. അതിനുശേഷം ഈ ഒരു ഗംഗ സംഘം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച്, കുംഭമേള നടക്കുന്ന സ്ഥലം, അതായത് സംഘം എന്ന് വിളിക്കും, അല്ലെങ്കിൽ പ്രയാഗ്രാജിലാണ് ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, ഉത്തർപ്രദേശിൽ. അവിടെ വെച്ച് മീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് മുന്നേ ഇത് ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, ഡൽഹി തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലൂടെ ഒഴുകി വരുന്നുണ്ട്. ഡൽഹി യമുന നദിയുടെ തീരത്തുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ഇതിലുള്ള പ്രധാനപ്പെട്ട ഒരു ഡാമാണ് ലഖ്പർ വ്യാസി ഡാം, അത് ഉത്തരാഖണ്ഡിലാണ്. മറ്റൊന്നാണ് താജേവാല ബറാജ് ഡാം, അത് ഹരിയാനയിലാണ് ലൊക്കേറ്റ് ചെയ്തത്. ഇതിന്റെ ട്രൈബ്യൂട്ടറീസ് ഉണ്ട് ചമ്പൽ, സിന്ധ്, തോൺസ്, ബേത്വ, കെൻ എന്നൊക്കെയാണ് യമുനയുടെ പ്രധാനപ്പെട്ട ട്രൈബ്യൂട്ടറീസ് ആയിട്ടുള്ളത്. ചമ്പൽ, സിന്ധ്, തോൺസ്, ബേത്വ ആൻഡ് കെൻ. അപ്പോൾ ഇതാണ് നമുക്ക് യമുന നദീനെ കാണാൻ പറ്റും. യമുന നദി ഇങ്ങനെ വരുന്നുണ്ട്, ഉത്തരാഖണ്ഡിൽ നിന്ന് വന്ന് ന്യൂഡൽഹി വന്ന് ഹരിയാനയിലേക്കൂടെയൊക്കെ വന്ന് ഉത്തർപ്രദേശിലേക്ക് കടന്നിട്ട് ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. അതിനിടയിൽ ചമ്പൽ വന്നിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സിന്ധ് ഉണ്ട്, ബേത്വ ഉണ്ട്, കെൻ ഉണ്ട്. ഇവയൊക്കെ വന്ന് ജോയിൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും റൈറ്റ് ബാങ്ക് ട്രൈബ്യൂട്ടറീസ് ആയിട്ടുള്ള. അപ്പോൾ ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നും വെള്ളത്തെ ടാപ്പ് ചെയ്തുകൊണ്ട് രാജസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കനാലിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വാർത്തയിൽ ആക്ച്വലി മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ ഒരു ചൗധരി കുംഭാറാം കനാലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. 2013 ഈ ഒരു കനാൽ പ്രൊജക്ട് ഇനാഗുറേറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അതായത് ഈ ഒരു യമുന നദിയിൽ നിന്നും ഫ്രഷ് വാട്ടർ, ശുദ്ധജലത്തെ രാജസ്ഥാനിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തത്. ഓൾറെഡി ഇന്ദിരാഗാന്ധി പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്ട് നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്തതെന്നും കൂടെ ഓർത്തു വെക്കാം. ഇതിന്റെ ഭാഗമായിട്ട് 2 റിസർവോയേഴ്സും ബിൽഡ് ചെയ്തിട്ടുണ്ട്. 2 റിസർവോയേഴ്സ് എന്ന് വെച്ചാൽ ഒന്ന് മലൈസാർ വില്ലേജിലാണ്, അതുപോലെ തന്നെ ജുൻജുനുവിലും 2 റിസർവോയേഴ്സ് ആയിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. രാജസ്ഥാന്റെ ഹനുമൻഗഡ് അതുപോലെ തന്നെ ചൂരു തുടങ്ങിയിട്ടുള്ള ഡിസ്ട്രിക്റ്റുകൾ ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്യും. കാരണം നമുക്ക് രാജസ്ഥാൻ അറിയാം. രാജസ്ഥാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മരുഭൂമി പോലത്തെ ഒരു പ്രദേശമാണ്. വാട്ടറിന്റെ സ്കാസിറ്റി ഉണ്ട്. ഇവിടത്തേക്ക് ശുദ്ധജലം എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശമായിട്ടുള്ളത്. അപ്പോൾ ഇത് മെയിൻ പ്രൊജക്ടിന്റെ പേര് ഇന്ദിരാഗാന്ധി കനാൽ പ്രൊജക്ട് ആണ്. ഇതിന്റെ സബ് പ്രൊജക്ട് ആയിട്ടാണ് ആ ഒരു ലിഫ്റ്റ് പ്രൊജക്ട് നടക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ദിരാഗാന്ധി കനാൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ലോങ്സ്റ്റ് കനാലാണെന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഇത് ആക്ച്വലി ഈ ഒരു ഹരിക്കെ എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ ഹരിക്കെ ബറാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാരേജ് ഉണ്ട്, അല്ലെങ്കിൽ ബറാജ് ഉണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി സത്ലജ് ബിയാസ് റിവേഴ്സിന്റെ ഒരു ഡൗൺ കോൺഫ്ലുവൻസ് ഏരിയയിൽ നിന്നാണ് ഈ ഒരു ബറാജ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടുള്ളത്. അതിനുശേഷം ഇത് താർ ഡെസേർട്ട് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുകൂടി ഓർത്ത് നോക്കുക. താർ ഡെസേർട്ടിൽ രാജസ്ഥാനിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കനാലിന്റെ നേരത്തെയുള്ള പേര് രാജസ്ഥാൻ കനാൽ എന്നായിരുന്നു. എന്നാൽ പിന്നീട് ഇതിന്റെ പേരാണ് ഇന്ദിരാഗാന്ധി കനാൽ. അതായത് പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയുടെ അസാസിനേഷന് ശേഷം ഈ കനാലിന്റെ പേര് മാറ്റിയിട്ട് അതിനെ ഇന്ദിരാഗാന്ധി കനാൽ എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ ലോങ്സ്റ്റ് കനാലാണ് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കനാലിലേക്ക് രാജസ്ഥാന്റെ ഒരുപാട് ഫീഡർ കനാലുകളുണ്ട്. രാജസ്ഥാന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിലേക്കുള്ള ഫീഡർ കനാലുകൾ ഉണ്ടെന്ന് ഓർത്തുക. അപ്പോൾ ഈ മൊത്തം കനാല് ഏകദേശം 167 കിലോമീറ്റർ പഞ്ചാബിലൂടെയും ഹരിയാനയിലൂടെയാണ് പോകുന്നത്. പിന്നീട് 37 കിലോമീറ്റർ മാത്രമാണ് രാജസ്ഥാനിൽ പോകുന്നത്.
അപ്പോൾ ടോട്ടൽ അതിൻ്റെ കനാലുകളും ഫീഡർ കനാലുകളും എല്ലാം ഉൾപ്പെടുത്തുകൊണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 650 കിലോമീറ്റർ നമ്മൾ ദൈർഘ്യം ഉള്ളതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അതിൽ 445 കിലോമീറ്റർ രാജസ്ഥാന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിലേക്ക് സ്പ്രെഡായി പോകുന്നത് കാണാൻ വേണ്ടിയിട്ടും. അപ്പോൾ രാജസ്ഥാനിലെ 7 ജില്ലകൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഈ ഒരു കനാലിൽ നിന്നാണ് വരുന്നതെന്ന് കൂടി ഓർത്തു വെക്കുക. അതുകൊണ്ട് തന്നെ രാജസ്ഥാനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾ സഹകരിക്കുന്നു. കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന ആശയത്തിൽ നമുക്കൊരു ഉദാഹരണമായിട്ടൊക്കെ ഇതിനെ പറയാൻ പറ്റും. കാരണം 2 സംസ്ഥാനങ്ങൾ തമ്മിൽ സഹകരിച്ചുകൊണ്ട് വാട്ടർ ഡിസ്പ്യൂട്ടിനെ സോൾവ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമാണ് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതിന്. ഇതാണ് ഏകദേശം കനാലിൻ്റെ ഡയറക്ഷൻ വരുന്നതെന്ന് കൂടി ഓർത്തു വെക്കുക. അതായത് ഇവിടെ നിന്നും ഇങ്ങനെ വന്ന് രാജസ്ഥാന്റെ എൻഡ് വരെ വന്നിട്ട് ഇത് എത്തുന്നുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഖാദി ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടും അവർ നടത്തുന്ന പ്രൊട്ടസ്റ്റുകളുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഇത് ഇന്ത്യയുടെ ഫ്രീഡവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഈവൻ്റ് ആണ്. പ്രത്യേകിച്ചും ഖാദി എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആണ്. ആക്ച്വലി ഹർഘർ തിരങ്ക ക്യാമ്പയിൻ ഒക്കെ കൊണ്ടുവന്നു. എല്ലാ വീടുകളിലും ദേശീയ പതാക ഉയർത്തണം എന്നൊക്കെ പറഞ്ഞു. സിറ്റിസൻസിനെ ദേശീയ പതാക ഉയർത്തുന്നതിനെ എൻകറേജ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ അതിൻ്റെ ഫ്ലാഗിൻ്റെ മെറ്റീരിയലുമായി ബന്ധപ്പെട്ട കോൺട്രവേഴ്സിയാണ് ഇവിടെ ഈ ഒരു ഖാദി വിഭാഗത്തിൽ നിന്നുള്ള പ്രൊട്ടസ്റ്റിന് കാരണമായിട്ടുള്ളത്. അതായത് ട്രഡീഷണൽ ആയിട്ട് ഖാദി ഉപയോഗിച്ചുകൊണ്ട് കൈത്തറിയിലാണ് ഖാദി ആണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഫ്ലാഗുകൾ ഉണ്ടാക്കുന്നതായിട്ടുള്ളത്. അതേസമയം അതിനു പകരം പോളിസ്റ്റർ ഫ്ലാഗ് കൂടി ഉപയോഗിക്കാൻ അനുമതി കൊടുത്തതാണ് ഈ ഒരു ഖാദിയുടെ ഇമ്പോർട്ടൻസിനെ ഗവൺമെന്റ് മനഃപൂർവ്വം വിട്ടുകളയുവാണ്, ഖാദിക്ക് പ്രൊമിനൻസ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രൊട്ടസ്റ്റ് വരാൻ കാരണം എന്നുള്ളതാണ്. അപ്പോൾ 2022 നമ്മുടെ രാജ്യത്തിന്റെ നാഷണൽ ഫ്ലാഗിന്റെ ഉപയോഗവും മറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാഷണൽ ഫ്ലാഗ് കോഡിൽ പറയുന്നത്. 2022 അമെൻമെന്റ് ഉണ്ടായിരുന്നു. അത് പ്രകാരം ഈ ഒരു മെഷീൻ മെയ്ഡ് ആയിട്ടുള്ള പോളിസ്റ്റർ മെറ്റീരിയലിലും ഫ്ലാഗ് ഉണ്ടാക്കാം. അത് തന്നെ GST നിന്ന് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് GST വേണ്ട എന്ന് പറഞ്ഞു. കാരണം ദേശീയ പതാകയാണ്, അതുകൊണ്ട് അതിന് GST വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആക്ച്വലി ട്രഡീഷണൽ ആയിട്ടുള്ള ഖാദി പ്രൊഡ്യൂസേഴ്സിനെ ഒരു കൗണ്ടർ ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘ് KKGSS എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇവർ ഈ ഒരു ഗവൺമെന്റിന്റെ തീരുമാനത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാക്കുകയും അവർ സമരത്തിന് ഇറങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആരാ KKGS എന്ന് പറഞ്ഞാൽ ഇത് കർണാടകത്തിലെ ഹുബ്ബാളി എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ രാജ്യത്തെ സോൾ നാഷണൽ ഫ്ലാഗ് മാനുഫാക്ചറിംഗ് ആണ്. അതായത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ BISന്റെ സർട്ടിഫിക്കേഷൻ ഉള്ള ഇന്ത്യയിലെ ഏക നാഷണൽ ഫ്ലാഗ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ് ഈ ഒരു KKGSSന്റെ. അൾട്ടിമേറ്റ്ലി ഇന്ത്യയിൽ നാഷണൽ ഫ്ലാഗ് ഉണ്ടാക്കുന്നതിൽ, പ്രത്യേകിച്ചും ഖാദിയിൽ നാഷണൽ ഫ്ലാഗ് ഉണ്ടാക്കുന്നതിൽ ലീഡറാണ് ഇവര് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള പോളിസ്റ്റർ ഫ്ലാഗുകൾക്ക് GST ഒഴിവാക്കി കൊടുത്തോടുകൂടി ഇവരുടെ ഖാദിയുടെ വിൽപ്പന കുറയുകയും അത് ഇവരെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ ഒരു സമരത്തിലേക്ക് അത് നീങ്ങാൻ കാരണമായിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇത്തരത്തിലുള്ള ഒരു പ്രൊട്ടസ്റ്റ് ഉയർന്നു വന്നതോടുകൂടി ഖാദിയുടെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള ഡിസ്കഷൻസ് കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പോളിസ്റ്റർ ഫ്ലാഗുകളുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രാക്റ്റുകൾ വരും, അല്ലെങ്കിൽ ഈ ഒരു പോളിസ്റ്റർ ഫ്ലാഗുകളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത് ഈ ഒരു ഖാദിയുടെ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസിനെ തന്നെ, കാരണം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഐറ്റമാണ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റാണ് ഖാദി എന്ന് പറയാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിനെയും ഇന്ത്യയുടെ സെൽഫ് റിലയൻസിനെയും സ്വയം പര്യാപ്തതയൊക്കെ കാണിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയുടെ ആ ഒരു കൺസെപ്റ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയോളജി എന്നുള്ള ഒരു ഡീവിയേഷൻ ആയിട്ടാണ് ഇവിടെ ഓദർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അതേപോലെ തന്നെ ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ് ഫോളോ ചെയ്യുന്ന ഒരുപാട് വർക്കേഴ്സിന് അവരുടെ ലൈവ്ലിഹുഡിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ് ഇതൊന്നും. ഇത് നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് സ്റ്റെബിലിറ്റിയെ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും എന്നും ഓദർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള മെഷേഴ്സുകൾ ഗവൺമെന്റ് എടുക്കേണ്ടതായിട്ട് ഇത്തരത്തിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനെ സപ്പോർട്ട് ചെയ്യുകയും ഖാദി പോലുള്ള ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് കൂടുതൽ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ടുകൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ശ്രമിക്കേണ്ടതായിട്ടുള്ളത്. അല്ലാതെ അവരെ മാർക്കറ്റിനെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കല്ല പോകേണ്ടത് എന്നാണ് ഓദർ പറയുന്നതായിട്ടുള്ളത്. ഈ ഒരു സെക്ടർ അല്ലെങ്കിൽ ഹാൻഡ്ലൂം സെക്ടർ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റ് സെക്ടർ ഒരുപാട് ചാലഞ്ചസ് നേരിടുന്നുണ്ട്. പ്രത്യേകിച്ചും റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. ഉദാഹരണത്തിന് അതിന് വേണ്ട യാണ്, കോട്ടൺ യാണുകൾ അല്ലെങ്കിൽ ഡൈസ്, അതുപോലെ GSTയുടെ amount, GST തുക, ഇതെല്ലാം തന്നെ ഇവരുടെ ബിസിനസ്സിനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിശ്വകർമ്മ യോജന എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടായിരുന്നു. പക്ഷേ ഇതിലെ ഹാൻഡ്ലൂം വർക്കേഴ്സ് ഇൻവോൾവ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പദ്ധതിയുടെ ബെനിഫിറ്റ് ഇവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. കൂടാതെ ഈ ഒരു സെമി മെർക്കൻഡൈസ്ഡ് ആയിട്ടുള്ള
മെക്കനൈസ്ഡ് ആയിട്ടുള്ള ഖാദി അതിനെ ഒരു ട്രഡീഷണൽ ഹാൻഡ്സ്പൺ ഖാദിയുമായി ബന്ധപ്പെട്ട് ഡൈല്യൂട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് ആക്ച്വലി സ്വന്തമായിട്ട് കൈകൊണ്ട് തിരിച്ചുണ്ടാക്കുന്ന വസ്ത്രങ്ങളുടെ ഖാദിയുമായിട്ട് ഈ സെമി മെക്കനൈസ്ഡ് ആയിട്ടുള്ള ഖാദിയുമായിട്ട് മിക്സ് ചെയ്യുന്നത് അതിൻ്റെ ഓതൻറ്റിസിറ്റി നഷ്ടപ്പെടുന്നുണ്ട്, അതിൻ്റെ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള വാല്യൂവിനെ നഷ്ടപ്പെടാൻ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെയും അഡ്രസ്സ് ചെയ്യാൻ ഗവൺമെൻറ് ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ ഹാൻഡ്ലൂം ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്ത്യയുടെ ഖാദി ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പ്രൊമോഷൻ നൽകണം. നിലവിലുള്ള പ്രൊമോഷൻസ് ഇൻഅഡീക്വേറ്റ് ആണ് ഈവൻ ഇൻ ദ ഗ്ലോബൽ മാർക്കറ്റ്. അതുപോലെ തന്നെ ഗ്ലോബൽ ഇൻട്രസ്റ്റ് ഇത്തരം കാര്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഫെയർ ട്രേഡ് ആയിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ ഗവൺമെൻറ് എഫേർട്ടുകൾ എടുക്കേണ്ടതായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ വർക്കേഴ്സിന് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അവർക്ക് മിനിമം വേജസ് കിട്ടുന്നതാണ്, കാരണം നിലവിൽ ലഭിക്കുന്ന വേജസ് വളരെ ലോ ആണ്. അതുപോലെ തന്നെ ഇത് ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഈ ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള കോമ്പൻസേഷൻ മിനിമം വേജൊക്കെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് തന്നെ ഖാദി പ്രൊഡക്റ്റുകൾ പ്രൊക്യൂർ ചെയ്യുന്നതിൽ വലിയ കുറവാണ് വന്നിട്ടുള്ളത്. പല ഡിപ്പാർട്ട്മെൻറ്റുകളും ഖാദി പ്രൊഡക്റ്റുകൾ പ്രൊക്യൂർ ചെയ്യാൻ താല്പര്യം കാണിക്കുന്നില്ല. ഇത് ഈ ഒരു ഇൻഡസ്ട്രീസിൻ്റെ മാർക്കറ്റിനെ തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഖാദി എന്ന് പറയുന്ന മേഖലയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി, സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ, ബംഗ്ലാദേശിൽ ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യ ഒരുപാട് ഡെവലപ്മെൻറ്റിൽ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനികളായിക്കോട്ടെ ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവയെ സംരക്ഷിക്കുക എന്നുള്ളത്, അതായത് ഇന്ത്യൻ ക്യാപിറ്റലിനെ ബംഗ്ലാദേശിലുള്ളതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഉദാഹരണത്തിന് ഇന്ത്യയുടെ ഒരുപാട് കമ്പനികൾ ബംഗ്ലാദേശുമായിട്ടുള്ള നല്ല ബന്ധത്തിൻ്റെ പേരിൽ ബംഗ്ലാദേശിൽ പോയിട്ട് സ്ഥാപനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും, ഫാക്ടറികളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ബംഗ്ലാദേശിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഫാക്ടറികൾ തകർച്ചപ്പെടുന്നു, നമ്മുടെ ഫാക്ടറികളുടെ പ്രവർത്തനം നടക്കുന്നില്ല, ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള മറ്റു രാജ്യങ്ങളിൽ ഉള്ള ഇന്ത്യക്കാരുടെ സ്ഥാപനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ക്യാപിറ്റൽസിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതിൻ്റെ ബന്ധപ്പെട്ട അറേഞ്ച്മെന്റുകളെ കുറിച്ചാണ് ഈ ഒരു ഓതർ ഈ ഒരു വാർത്തയിൽ ഡിസ്കസ് ചെയ്യുന്നതായിട്ടുള്ളത്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.